അക്കൗണ്ടന്റുമാരെ സംബന്ധിച്ചും ടാക്സ് പ്രാക്ടീഷണേഴ്സിനെ സംബന്ധിച്ചും ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പീരീഡാണ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളൊക്കെ. കാരണം 2024-25 സാമ്പത്തിക വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് ശമ്പളക്കാർ, അത് IT കമ്പനി ജീവനക്കാർ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിലിരിക്കുന്ന ആൾക്കാർ, പ്രൈവറ്റ് കമ്പനി തന്നെ നല്ല ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അതായത് ഒരു പരിധിയിൽ കൂടുതൽ വരുമാനമുള്ള ആൾക്കാർ, ഫിക്സഡ് ആയിട്ട് മാസാമാസം കിട്ടുന്ന ആൾക്കാർ. പിന്നെ രണ്ടാമത്തത് ചെറുകിട ബിസിനസ്സുകാർ, സോൾ പ്രൊപ്പറേറ്റേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാർ. അത് ഒരു 2 കോടിക്കൊക്കെ താഴെ ടേൺ ഓവർ ഉള്ള ആൾക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഫോം എന്തായിട്ടുണ്ട്, ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ പൊതുവേ ആൾക്കാർ ചോദിക്കുന്ന കാര്യം, ഓൾറെഡി നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സൈറ്റ് ഓപ്പൺ ചെയ്താൽ, അവരവരുടെ പാൻ കാർഡ് എടുത്തിട്ട് സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഡിഫോൾട്ടായിട്ട് കാണുന്നത് പുതിയ റെജിം അനുസരിച്ച്, അല്ലെങ്കിൽ പുതിയ ടാക്സ് റെജിം അനുസരിച്ച് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് ഉണ്ടാവുക. പക്ഷേ വേണമെങ്കിൽ ജനങ്ങൾക്ക് ഏത് ടാക്സ് റെജിം യൂസ് ചെയ്യാം, പഴയത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പഴയത് യൂസ് ചെയ്യുമ്പം എന്താണ് ഒരു ടാക്സ് പെയർക്കുള്ള ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവയ്ക്ക് എല്ലാ ഡിഡക്ഷൻസും എല്ലാ എക്സംഷൻസും ക്ലെയിം ചെയ്ത് വരുമാനം കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പുതിയ ടാക്സ് റെജിമിൽ എന്തില്ല, ഈ വരുമാനം കുറക്കാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചെറിയ ലിമിറ്റേഷൻ. പക്ഷേ അങ്ങനെ പുതിയത് ഓപ്റ്റ് ചെയ്താലുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ടാക്സ് അടക്കേണ്ടി വരുന്ന പരിധി ഭയങ്കര കൂടുതലാണ്. ഒരു 7 ലക്ഷം രൂപ വരെയൊന്നും എന്ത് ചെയ്യേണ്ടി വരില്ല, ടാക്സ് അടക്കേണ്ടി വരില്ല. പഴയതാകുമ്പം ആ ഒരു ബെനിഫിറ്റ് കിട്ടില്ല. അപ്പോൾ പഴയത് 3 ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ടാക്സ് അടക്കണം. പുതിയ ടാക്സ് റേറ്റ് പ്രകാരം ടാക്സ് റേറ്റ് കുറവാണ്, പഴയ ടാക്സ് റേറ്റ് പ്രകാരം ടാക്സ് റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഇതിൽ എന്താണ് ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ ഒരു കൺസൾട്ടേഷൻ ആവശ്യമാണ്. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും.